ഹായ് എവരി വൺ, സിമ്പിൾ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ചരിത്രം എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. കേരള ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്നതിനെക്കുറിച്ചാണ്. അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം, അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇതൊരു നീണ്ട ടോപ്പിക്കാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കൊളംബസ് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. അപ്പോൾ ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്യൻ ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കൊരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായി വന്നു. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് ചോദിച്ചാലോ അറബികൾ. ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചു പോയ വിദേശികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം നമുക്കൊന്ന് നോക്കാം. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇത് നമുക്ക് ചിലപ്പോൾ ഓർഡറിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എന്ന് ചോദിച്ചാൽ ആദ്യം ആരാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചു പോയത് ഡച്ചുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ചോദിച്ചാൽ പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണെങ്കിലോ അറബികൾ. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നു. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ കച്ചവടത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? പോർച്ചുഗീസുകാർ. പരന്ത്രീസുകൾ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരെയാണ്. വെള്ളക്കാരാരാണ്? വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരും ശീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരുമാണ്. അപ്പോൾ പറങ്കികൾ പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ, ലന്തക്കാർ ഡച്ചുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ, യവനർ ഗ്രീക്കുകാർ, ശീമക്കാർ ഇംഗ്ലീഷുകാർ. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇപ്പോൾ പറങ്കികൾ പോർച്ചുഗീസുകാരാണ്, ലന്തക്കാർ ഡച്ചുകാർ. പോർച്ചുഗീസുകാരെക്കുറിച്ച് പഠിക്കാം. പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് വാസ്കോ ഡ ഗാമയെ പറ്റിയാണ് പറയേണ്ടത്. വാസ്കോ ഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ്. വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് KM പണിക്കർ വിളിച്ച് ഇത് ഏകദേശം 5 നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന യൂറോപ്യൻ ആധിപത്യ യുഗത്തിന് തുടക്കം കുറിച്ചു. ഏഷ്യ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് KM പണിക്കർ വിളിച്ചു. ഇത് ഏകദേശം എത്ര നൂറ്റാണ്ട്? 5 നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന യൂറോപ്യൻ ആധിപത്യ യുഗത്തിന് തുടക്കമാണ് കുറിച്ചത് വാസ്കോ ഡ ഗാമയുടെ ആഗമനം. കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ശുഭപ്രതീക്ഷ മുനമ്പ്, കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. വാസ്കോ ഡ ഗാമ 1497 ഇന്ത്യയിലേക്ക് ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നാണ്. 1497 ലിസ്ബണിൽ നിന്നാണ് വാസ്കോ ഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള സാഹസികമായ യാത്ര ആരംഭിച്ചത്.
ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വൺ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പം ഇന്ത്യയിലേക്ക് വാസ്കോഡ ഗാമയെ അയച്ച രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോം മാനുവൽ വൺ. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20-നാണ്. വാസ്കോഡ ഗാമ കേരളത്തിൽ എവിടെയാണ് എത്തിയത്? കോഴിക്കോട് കാപ്പാട് ആണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. അപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. അപ്പോൾ വാസ്കോഡ ഗാമ 1497 ഡോം മാനുവൽ വൺ രാജാവിൻ്റെ ആജ്ഞപ്രകാരം കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടൽ മാർഗം അതിസാഹസികമായ യാത്ര ആരംഭിക്കുന്നു. അദ്ദേഹം 1498 മെയ് 20-ന് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിൽ കപ്പലിറങ്ങുന്നു. ഇനി ചരിത്രം പറയുകയാണെങ്കിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിനടുത്തുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം കച്ചവടത്തോട് എതിർപ്പ് കാട്ടി. ഇതേ തുടർന്ന് 1498 ഓഗസ്റ്റിൽ വാസ്കോഡ ഗാമയ്ക്ക് കോഴിക്കോട് വിടേണ്ടി വന്നു. പക്ഷേ യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിലിറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്കുകയറ്റത്തിനെ പറ്റി കോലത്തിരി വാസ്കോഡ ഗാമയുമായി ഒരു കരാറിൽ ഒപ്പിട്ടു. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്നും ലിസ്ബണിലേക്ക് പുറപ്പെടുന്നു. അദ്ദേഹം 1499 ലിസ്ബണിൽ എത്തിച്ചേരുന്നു. 1499 വാസ്കോഡ ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് മറ്റൊരു പ്രതിനിധിയെ അയക്കുന്നു. അതാണ് അൽവാരിസ് കബ്രാൾ. അപ്പോൾ നമ്മുടെ വാസ്കോഡ ഗാമ വന്ന് ഇവിടുത്തെ സ്ഥിതിഗതികളെല്ലാം വീക്ഷിച്ച് ഒരു വ്യാപാര കരാറ്, ഒരു കപ്പലിൽ ചരക്ക് കയറ്റുന്നതിന് ഒരു കോലത്തിരിയുമായിട്ടൊരു കരാറൊക്കെ ഒപ്പിട്ടിട്ട് ലിസ്ബണിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡ ഗാമ അവിടെ എത്തിയതിന് ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് 1499 വാസ്കോഡ ഗാമ എത്തിയതിന് ശേഷം ആരെ അയക്കുന്നു? അൽവാരിസ് കബ്രാളിനെ ഇങ്ങോട്ട് അയക്കുന്നു. അപ്പോൾ വാസ്കോഡ ഗാമ വീണ്ടും കേരളത്തിലെത്തുന്നുണ്ട്. കേരളത്തിൽ രണ്ടാമത് വാസ്കോഡ ഗാമ എത്തിയത് 1502-ലാണ്. വാസ്കോഡ ഗാമ അവസാനമായി എത്തിയത് എന്നാന്ന് ചോദിച്ചാൽ 1524. 1524 വാസ്കോഡ ഗാമ എത്തുമ്പോൾ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. ഇനി അദ്ദേഹം അന്തരിച്ചത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1524 ഡിസംബർ 24. നമുക്ക് എളുപ്പമാണ് ഓർത്തിരിക്കാൻ. 1524 അദ്ദേഹം മൂന്നാം സന്ദർശനം കേരളത്തിലെത്തി. അദ്ദേഹം എന്തായിട്ട് വരുന്നു? വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. 1524 ഡിസംബർ 24 അദ്ദേഹം ഇവിടെ വെച്ച് അന്തരിക്കുന്നു. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്നത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. അതിനുശേഷം 1539 കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നു. വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോനിമസ് കത്തീഡ്രൽ ലിസ്ബണിലാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം, നമ്മുടെ ഇന്ത്യയിൽ വാസ്കോഡ ഗാമ എന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിളിക്കുന്നത് ആരെയാണ്? അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വാസ്കോഡ ഗാമ എന്നാണ്. അപ്പോൾ വാസ്കോഡ ഗാമ ലിസ്ബണിൽ എത്തിയതിന് ശേഷം നമ്മുടെ പോർച്ചുഗീസ് രാജാവ് അൽവാരിസ് കബ്രാളിനെ ഇങ്ങോട്ടേക്ക് അയക്കുന്നു. സാമൂതിരിയുമായി അൽവാരിസ് കബ്രാളിൻ്റെ പ്രതിനിധിയായ ഐറസ്
കൊറിയ, ഐറിസ് കൊറിയ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തെന്നു ഒരു ധാരണയിലെത്തുന്നു. എന്നാൽ കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം 1500 ഡിസംബർ 25 കൊച്ചിയിലെത്തുന്നു. കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. വാസ്കോഡ ഗാമയ്ക്കും കബ്രാളിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോ ഡനോവ. വാസ്കോഡ ഗാമയ്ക്കും കബ്രാളിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോ ഡ നോവ ആണ്. അപ്പോൾ വാസ്കോഡ ഗാമ വന്നു, അതിനുശേഷം അൽവാരിസ് കബ്രാൾ വന്നു. അൽവാരിസ് കബ്രാളിന് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയ പര്യടന സംഘത്തെ നയിച്ച പോർച്ചുഗീസുകാരനാണ് ജാവോ ഡ നോവ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിൽ പിൽക്കാല തലസ്ഥാനം, അതായത് ആദ്യം അവരുടെ തലസ്ഥാനം കൊച്ചിയിലായിരുന്നു. അതിനുശേഷം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഗോവയിലായിരുന്നു. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളായിരുന്നു ഗോവ, ദാമൻ, ദിയു എന്നിവ. ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം ഓടുവണ്ണയ്ക്ക് എഴുതാനായിട്ട്. ഇവയിൽ ഏതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ കയ്യിലിരുന്ന കോളനി, ഇതിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ പോർച്ചുഗീസുകാരുടെ കയ്യിലിരുന്ന ഇന്ത്യയിലെ പ്രധാന കോളനികളായിരുന്നു ഗോവ, ദാമൻ, ദിയു എന്നിവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം ഏകദേശം 463 വർഷമുണ്ടായിരുന്നു. ഏകദേശം 1498 മുതൽ 1961 വരെയാണ് കണക്കാക്കുന്നത്. ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരായിരുന്നു പോർച്ചുഗീസുകാർ. അപ്പോൾ പോർച്ചുഗീസുകാർ ആരിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമായിരുന്നു. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമായിരുന്നു ബോംബെ ദ്വീപ്. എന്തൊക്കെയാ അല്ലേ? പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയത് എവിടെയാണ്? ഒരു ഇന്ത്യൻ പ്രദേശം, അതും ബോംബെ ദ്വീപ്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാടാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ. കാപ്യ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ കാപ്പാട്. പോർച്ചുഗീസുകാർ കാലക്കറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ് കോഴിക്കോട്. കാലക്കറ്റ് എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചത് ഏത് സ്ഥലത്തെയാണ്? കോഴിക്കോടിനെയാണ്. ഇന്ത്യയിൽ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആയിരുന്നു ആന്റോണിയോ വാസലോ ഇ സിൽവ. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആന്റോണിയോ വാസലോ ഇ സിൽവ. 1958 ടു 1961. പോർച്ചുഗീസുകാരിൽ നിന്നും നമ്മൾ ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19 ഈ സൈനിക ഓപ്പറേഷൻ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു. സൈനിക നടപടിയിലൂടെയാണ് നമ്മൾ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുത്തത് 1961 ഡിസംബർ 19. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനായിരുന്നു. അപ്പോഴത്തെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനായിരുന്നു ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് ഫ്രാൻസിസ്കോ ഡി അൽമേഡയെക്കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 നിയമിതനായി. ഇന്ത്യയിൽ നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. അഞ്ചി ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. അൽമേഡ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് 1505. കണ്ണൂർ കോട്ട അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? സെൻറ്റ് ആഞ്ചലോസ് കോട്ട. അത് നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505. അൽമേഡ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്നത് 1509. ഇനി രണ്ടാമതായിട്ട് വന്ന പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽ ബുക്കറക്ക്. അൽ ബുക്കറക്കിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1509 ടു 1515.
ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ വാസ്കോഡഗാമ ആദ്യം വന്നു എന്നോ ഉള്ളത് മാത്രമാണ്. പക്ഷേ ആരാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? അത് അൽബുക്കർക്കാണ്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. അദ്ദേഹം നിയമിതനായത് ഏത് വർഷമാണ്? 1509 ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അൽബുക്കർക്ക് തന്നെയാണ്. കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ അദ്ദേഹം മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് നിയോഗിച്ചത്. അപ്പോൾ കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ അൽബുക്കർക്ക് നിയോഗിച്ച സൈന്യത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മാർഷൽ കുട്ടിൻഹോ. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക്. അപ്പോൾ പള്ളിപ്പുറം കോട്ട ഏത് വർഷമാണ്? 1503. അത് നിർമ്മിച്ചത് ആരാണ്? അത് അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട, അല്ലെങ്കിൽ മാനുവൽ കോട്ട, ആയക്കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന പള്ളിപ്പുറം കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട. അത് നിർമ്മിച്ചത് ആരാണ്? അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആയിരുന്നു ആരാണ്? ആരിൽ നിന്നുമാണ് പിടിച്ചെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും 1510. അപ്പോൾ 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയും കൂടിയാണ് അൽബുക്കർക്ക് അല്ലേ. അപ്പോൾ കുറച്ച് നല്ല കാര്യമൊക്കെ അദ്ദേഹം ചെയ്തു. എന്ത് ചെയ്തു? ഇന്ത്യയിൽ സതി നിരോധിച്ചു, അതുപോലെ തന്നെ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി, വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ആരാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ സതി നിരോധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നീട് വരുമ്പം അവിടെ വില്യം ബെൻറ്റിക്കൊക്കെ വരുന്നുണ്ട്. ഇനി ഇദ്ദേഹം അന്തരിച്ചത് എപ്പോഴാണ്? 1515 ഡിസംബറിലാണ് അൽബുക്കർക്ക് മരിക്കുന്നത്. ഇദ്ദേഹം അന്തരിച്ചത് എന്നാണ്? 1515 ഡിസംബർ. ഇനി കാർഡ്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പോർച്ചുഗീസുകാരുടെ കാർഡ്സ് അത് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ഏതെങ്കിലും ഭാഗത്ത് മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് ഈ കാർഡ്സ് എന്ന് പറയുന്നത്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി. കാർഡ്സ് സ്വന്തമാക്കണമായിരുന്നു. അതായത് ഈ പാസ് സ്വന്തമാക്കണം അവർക്ക് ചരക്ക് കടത്താനായിട്ട്. കാർഡ്സ് കപ്പലിൻ്റെ വലിപ്പവും കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാർഡ്സ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ആയിരുന്നു ചെയ്തിരുന്നത്. പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലിമരക്കാരും നടത്തിയ പോരാട്ടങ്ങളാണ് തുഹഫത്തുൽ മുജാഹിദീനിൽ വിവരിക്കുന്നത്. ഇനി ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അത് ഷെയ്ഖ് സൈനുദ്ദീനാണ്.
കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്നത് തുഹഫത്തുൽ മുജാഹിദീനാണ്. അപ്പോൾ ഈ തുഹഫത്തുൽ മുജാഹിദീനാണ് കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ഒരു ചരിത്രകൃതി എന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി ഭാഷയിലാണ്. ആരാണ് എഴുതിയത്? ഷെയ്ഖ് സൈനുദ്ദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ കൃതി രചിക്കുന്നത്. പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങളാണ് ഫത്ഹുൽ മുബീൻ, ഖാസി മുഹമ്മദിൻ്റെ ഫത്ഹുൽ മുബീൻ, ഫാത്തുൽ മുജാഹിദീൻ, സൈനുലബ്ദീൻ്റെ ഫാത്തുൽ മുജാഹിദീൻ എന്നിവയും പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. വ്യക്തമായ വിജയം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യക്തമായ വിജയം എന്നാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. എവിടെയാണ്? ഗോവയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത്. കേരളത്തിൽ അച്ചടി നടപ്പാക്കിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച മറ്റ് സ്ഥലങ്ങളാണ് കൊച്ചിയും വൈപ്പിനും. അപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായി അച്ചടിശാല നിർമ്മിച്ചത് ഗോവയിലാണ്. കേരളത്തിലും ആരാണ് നടപ്പിലാക്കിയത്? പോർച്ചുഗീസുകാരാണ്. എവിടേക്കാണ് ആദ്യത്തെ പ്രസ് അവർ അച്ചടിശാല നിർമ്മിച്ചത്? കൊച്ചിയിലും വൈപ്പിനിലുമാണ്. ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ മതപഠനത്തിനുള്ള സെമിനാരികളും കലാശാലകളും സ്ഥാപിച്ചു. കൊച്ചി, കൊടുങ്ങല്ലൂർ, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിലായിരുന്നു ഈ പരിശീലന കേന്ദ്രങ്ങളും സെമിനാരികളും ഒക്കെ അവർ ആരംഭിച്ചത്. പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങളെ അധികരിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരുടെ കാലത്താണ്. ഇന്ത്യയിലെ ഔഷധച്ചെടികളെക്കുറിച്ച് ഗാഷ്യ ഡ ഓർത്ത രചിച്ച ഗ്രന്ഥം ഈ വിഷയത്തിലുണ്ടായ ആദ്യ കാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഔഷധച്ചെടികളെക്കുറിച്ച് ഗാഷ്യ ഡ ഓർത്ത രചിച്ച ഗ്രന്ഥവും ഈ ആദ്യകാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിൽ. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് എന്തൊക്കെ? കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, പേരയ്ക്ക, ആത്തിക്ക, വറ്റൽമുളക് തുടങ്ങിയവ. ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇനി മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയായിരുന്നു മാനുവൽ കോട്ട. മാനുവൽ കോട്ട എവിടെയാണ്? കൊച്ചിയിലാണ്. 1503 ആരാണ്? നമ്മൾ പറഞ്ഞു, അൽ ബുക്കറക്കാണിത് പണി കഴിപ്പിച്ചത്. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളൊക്കെയാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നിവ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ് ഡി അൽമേഡയാണ് 1505 നമ്മൾ പറഞ്ഞു. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട കൊച്ചി, സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ, കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ. അപ്പം പ്രധാനപ്പെട്ട 3 കോട്ടകൾ ഏതൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട കൊച്ചി. പള്ളിപ്പുറം കോട്ടയ്ക്ക് നമ്മൾ വേറെ എന്തൊക്കെ പേര് പറയും? മാനുവൽ കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ അല്ലേ. പിന്നെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട എവിടെയാണ്? കണ്ണൂർ. കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം. ഇപ്പോൾ പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്, പക്ഷേ അതിന് എന്ത് പറയും? ഡച്ച് കൊട്ടാരം എന്നാണ് പറയുന്നത്. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മട്ടാഞ്ചേരി കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരിയിലാണ്, കൊല്ലത്ത്.
16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്ത വാസ്തുശൈലിയാണ് ഗോതിക് ശൈലി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ എന്താണ്? ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ. അപ്പോൾ ഗോതിക് ശൈലിയിൽ ഇവർ പോർച്ചുഗീസുകാരെ മറിച്ച 2 പള്ളികൾ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലും ഉണ്ട്, ബോം ജീസസ് പള്ളി ഗോവ. നമ്മൾ ഫോർട്ട് കൊച്ചിയൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടല്ലേ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഇതെവിടെയാണ്? കൊച്ചി. ഇനി പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷയെ സ്വീകരിച്ച കുറച്ച് പദങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ ചോദിച്ചാൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. മേസ്തിരി, ചാവി, വികാരി, ബെഞ്ച്, ചായ, കൊന്ത, റാന്തൽ, ജനൽ, മുറം, പതക്കം, ഫാക്ടറി, മേശ, കസേര, കുശിനി, വരാന്ത, വാതിൽ, അലമാര, അൽത്താര, സെമിത്തേരി, ലേലം, കപ്പിത്താൻ, കുരിശ്, ഡെസ്ക്, ദോശ, കുമ്പസാരം, ഗോഡൗൺ. ഈ വാക്കുകളെല്ലാം പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ചിരിക്കുന്ന പദങ്ങളാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കണം കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് അറിയാതിരിക്കരുത്. അപ്പോൾ എല്ലാവരും ക്ലാസ് വീണ്ടും കേട്ട് പഠിക്കുക, എഴുതി പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ PSC പഠിക്കുന്നവർ അവരൊക്കെ കേട്ട് പഠിക്കുക. ആവശ്യമുള്ളവർ എഴുതി നോട്ടാക്കി പഠിക്കുക. ഞാൻ പഠിക്കുന്നത് നിങ്ങളെയും കൂടി അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ, അല്ലാതെ വലിയ രീതിയിലല്ല നമ്മൾ കേട്ടോ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് നിങ്ങളിലേക്കും കൂടി ഞാനത് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.